എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയൊരു വ്യാപാര കരാർ, ഒരു ട്രേഡ് ഡീൽ ഒപ്പിടാൻ വളരെ അടുത്തെത്തി നിൽക്കുകയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നിരന്തരം വാർത്തകളിലൂടെ കാണുന്നുണ്ട്. രണ്ട് രാജ്യങ്ങളിലെയും ഔദ്യോഗിക പ്രതിനിധികൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലാണെന്ന് ജൂൺ 25 ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വരുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ചോദ്യം ഇതാണ്: കാര്യങ്ങൾ ഇത്രത്തോളം അടുത്തെത്തിയിട്ടും എന്തുകൊണ്ടാണ് ഈ കരാർ ഇപ്പോഴും ഒപ്പിടാത്തത്? സാധാരണക്കാർ വിചാരിക്കുന്നത് ഇത് വെറുമൊരു നികുതി കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കഥ ഇപ്പോൾ വെറുമൊരു വ്യാപാര ചർച്ച മാത്രമല്ല, അതിനപ്പുറം കനത്ത നിയമക്കുരുക്കുകളും വലിയ രാഷ്ട്രീയ തന്ത്രങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ പസിലായിട്ട് ഇത് മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. ഈ കരാറിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് വെറും ഒരു നികുതികളോ മാത്രമല്ല കേട്ടോ, മറിച്ച് ആഗോള വിപണിയിൽ തങ്ങളുടെ പ്രധാന എതിരാളിയായിട്ടുള്ള ബംഗ്ലാദേശ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ വലിയൊരു നികുതി മുൻതൂക്കം അമേരിക്കൻ മണ്ണിൽ സ്വന്തമാക്കുക എന്നതാണ്. അതേസമയം അമേരിക്ക തിരിച്ചാവശ്യപ്പെടുന്നത് ഇന്ത്യ തങ്ങളുടെ കാർഷിക വ്യവസായ വിപണികൾ കൂടുതൽ അവർക്കായിട്ട് തുറന്നു കൊടുക്കണമെന്നാണ്. എന്നാൽ ഈ ചർച്ചകൾക്കിടയിലാണ് അമേരിക്കൻ സുപ്രീം കോടതിയിൽ നിന്നുമുണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള വിധി രണ്ട് രാജ്യങ്ങളുടെയും കണക്കുകൂട്ടലെ പൂർണ്ണമായിട്ടും തെറ്റിച്ചത്. സോഷ്യൽ മീഡിയയിലെ താൽക്കാലിക വാർത്തകൾക്കപ്പുറം ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ അടിസ്ഥാനമാക്കിയിട്ട് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്ന യഥാർത്ഥ പോരാട്ടം എന്താണെന്നും ഈ കരാർ ഒപ്പിട്ടാൽ ഇന്ത്യയിൽ ഏതൊക്കെ വ്യവസായങ്ങൾക്കാണ് കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാകാൻ പോകുന്നതും എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചൊക്കെ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുന്ന കൗണ്ട് വളരെ കുറവാണ്. ലൈക്ക് ചെയ്താൽ മാത്രമേ അടുത്തടുത്ത വീഡിയോസൊക്കെ നിങ്ങളുടെ ഫീഡിലേക്ക് വരത്തുള്ളൂ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മുടെ കൂടെ ചേരാനും കൂടെ ശ്രമിക്കുക. നമ്മുടെ കമൻറ്റ് ബോക്സ് എന്നൊക്കെയുള്ളത് നല്ലൊരു ചർച്ചാവേദിയാണ്. ഇതുപോലെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ വെറും 10 മിനിറ്റിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. 10 മിനിറ്റുള്ള വീഡിയോ ആയിട്ട്. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ UAEയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും താമസിക്കുന്ന എല്ലാ NRIകളും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപിക്കാൻ പല NRIകൾക്കും താല്പര്യമുണ്ട്. പക്ഷേ TDS, ടാക്സുകൾ, KYC നടപടികൾ, NRO അക്കൗണ്ടുകൾ, ബാങ്ക് സന്ദർശനങ്ങൾ, മറ്റ് പേപ്പർ വർക്കുകൾ എന്നിവയെല്ലാം പലപ്പോഴും ഈ പ്രക്രിയ സങ്കീർണമാക്കാറുണ്ട്. ഇതിനുള്ള ഒരു ലളിതമായ ഡിജിറ്റൽ പരിഹാരമാണ് ബിലോങ്. NRIകൾക്കായിട്ട് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ ഫിൻടെക് പ്ലാറ്റ്ഫോമിലൂടെ ടാറ്റ അസറ്റ് മാനേജ്മെൻറ്റിൻ്റെ ടാറ്റ ഇന്ത്യ ഡൈനാമിക് ഇക്വിറ്റി ഫണ്ടിലൂടെയും സുന്ദരം AMCയുടെ സുന്ദരം മിഡ് ക്യാപ് ഗിഫ്റ്റ് ഫണ്ടിലൂടെയും നേരിട്ട് നിക്ഷേപിക്കാൻ സാധിക്കും. ഇന്ത്യയുടെ ഇന്റർനാഷണൽ ഫിനാൻസ് സർവീസ് സെൻ്റർ ആയിട്ടുള്ള ഗിഫ്റ്റ് സിറ്റിയിൽ നിന്ന് NRIകൾക്കായിട്ട് അവതരിപ്പിച്ച ഏക റീറ്റെയിൽ മ്യൂച്വൽ ഫണ്ടാണിത്. ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് കമ്പനികളിലുടനീളമുള്ള നിക്ഷേപാവസരങ്ങളിലൂടെ ഇന്ത്യയുടെ വളർച്ചയുടെ ഭാഗമാകാൻ ഈ ഫണ്ടുകൾ നിങ്ങളെ സഹായിക്കുന്നു. ബിലോങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ടാക്സ് എഫിഷ്യൻറ്റ് സ്ട്രക്ചറാണ്. IFSC ചട്ടങ്ങൾ പ്രകാരം പ്രവർത്തിക്കുന്നതിനാൽ ഗൾഫിൽ താമസിക്കുന്ന NRIകൾക്ക് ഇന്ത്യയിൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും TDSും ബാധകമല്ല. മാത്രമല്ല ഇന്ത്യയിൽ ITR ഫയൽ ചെയ്യേണ്ട ആവശ്യവുമില്ല. ആവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ നിക്ഷേപം പിൻവലിച്ച് ആ തുക നേരിട്ട് നിങ്ങളുടെ വിദേശ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും വളരെ എളുപ്പത്തിൽ കഴിയും. ഓൺബോർഡിംഗ് പ്രക്രിയ പൂർണ്ണമായിട്ടും ഡിജിറ്റലാണ് കേട്ടോ. ഇന്ത്യയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുകയോ പുതിയ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയൊന്നും വേണ്ട. നിങ്ങളുടെ ഓവർസീസ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നിലവിലുള്ള നിങ്ങളുടെ NRI ഓർ NRO അക്കൗണ്ട് ഉപയോഗിച്ച് 0 കമ്മീഷനിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. വെറും $500 മുതൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. ലോക്കിൻ പീരീഡ് ഇല്ലാത്തതിനാൽ ആവശ്യമുള്ളപ്പോൾ പണം പിൻവലിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കൂടാതെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ നേരിട്ട് നിങ്ങളുടെ പേരിൽ AMCയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനാൽ കൂടുതൽ ട്രാൻസ്പെറൻസിയും സെക്യൂരിറ്റിയും ഇത് ഉറപ്പാക്കുന്നു. ബിലോങ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. NRIs തീർച്ചയായിട്ടും ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മൾ ഈ വ്യാപാര ചർച്ചയുടെ ആഴങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതിൻ്റെ പിന്നിലുള്ള ചില സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക കണക്കുകൾ അഥവാ USTR പരിശോധിച്ചാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആകെ വ്യാപാരം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. 2025 കണക്കുകൾ പ്രകാരം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കച്ചവടം ഏതാണ്ട് $149.4 ബില്യൺ എത്തി നിൽക്കുകയാണ്. ഇത് വളരെ വലിയൊരു സംഖ്യയാണല്ലേ. ഇതിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം അമേരിക്ക $103.8 ബില്യൺ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ അമേരിക്കയിലേക്ക് അത്രയും ബില്യൺ കയറ്റി അയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യയും ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കയും അതീവ പ്രാധാന്യമുള്ള വലിയ വിപണികളാണ്. ഇനി ഈ കരാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ചില സാങ്കേതിക വാക്കുകളുണ്ട്. അവ വളരെ ലളിതമായിട്ടൊന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത് താരിഫാണ്. താരിഫ് എന്നാൽ വിദേശത്തു നിന്ന് വരുന്ന സാധനങ്ങൾക്ക് മേൽ ചുമത്തപ്പെടുന്ന കസ്റ്റംസ് നികുതി അല്ലെങ്കിൽ ഇറക്കുമതി നികുതിയാണ്. ഇത് പ്രധാനമായിട്ടും 2 രീതിയിലുണ്ട്. ഉൽപ്പന്നത്തിൻ്റെ വിലയുടെ ഒരു നിശ്ചിത ശതമാനം നികുതിയായി ഈടാക്കുന്ന രീതിയാണ് ആഡ് വലോറം താരിഫ് എന്നാണ് പറയുന്നത് ഇതിനെ. നേരെ മറിച്ച് സാധനത്തിൻ്റെ എണ്ണമോ അല്ലെങ്കിൽ തൂക്കമോ നോക്കി ഒരൊറ്റ തുക ഒരു നിശ്ചിത നികുതിയായിട്ട് വാങ്ങുന്നതിനെയാണ് സ്പെസിഫിക് താരിഫ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാക്കാണ് നോൺ താരിഫ് ബാരിയേഴ്സ്. ഇത് വിദേശ സാധനങ്ങൾക്ക് മേൽ ചുമത്തുന്ന നേരിട്ടുള്ള നികുതിയല്ല, എന്നാൽ ലൈസൻസിങ് നിയന്ത്രണങ്ങൾ,
ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി ടെസ്റ്റിംഗ്, കടുത്ത മാനദണ്ഡങ്ങൾ, ഡാറ്റ ലോക്കലൈസേഷൻ നിയമങ്ങൾ തുടങ്ങിയവ വഴി വിദേശ സാധനങ്ങൾ തങ്ങളുടെ രാജ്യത്ത് വിൽക്കുന്നത് കടുപ്പമേറിയതാക്കി മാറ്റുന്ന കടുത്ത നിയന്ത്രണങ്ങളാണ് നോൺ താരിഫ് ബാരിയറുകൾ എന്ന് വിളിക്കപ്പെടുന്നത്. ഇനി ഇത് നമ്മളുടെ ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. ഉദാഹരണത്തിന് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു $10 വിലയുള്ള റെഡിമെയ്ഡ് ഷർട്ടിന് അമേരിക്കൻ കസ്റ്റംസ് 16% നികുതി ഈടാക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അമേരിക്കയിലെ ഒരു ബയ്യർ അത് മേടിക്കുന്ന ആളുണ്ടല്ലോ, ആ ഒരു ഷർട്ടിന് $1.65 അധിക നികുതി നൽകണം. എന്നാൽ ഈ പുതുക്കിയ ഇടക്കാല കരാറിലൂടെ ഈ നികുതി 10% കുറഞ്ഞാൽ നികുതി തുക $1 മാറും. ഈ ഒരു ചെറിയ വ്യത്യാസം മതി ആഗോള ബയ്യർമാർ വിയറ്റ്നാമിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഒക്കെ സാധനങ്ങൾ വാങ്ങുന്നത് നിർത്തിയിട്ട് ഇന്ത്യയിലേക്ക് തങ്ങളുടെ ഓർഡറുകൾ മാറ്റാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ നികുതി ചർച്ചകൾ ഇത്രത്തോളം പ്രാധാന്യമുള്ളതാകുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ ചർച്ചകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും ഇന്ത്യയുടെ വിദേശ വ്യാപാര മന്ത്രാലയങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നതുമായിട്ടുള്ളൊരു പ്രധാന പദമാണ് കമ്പാരിറ്റീവ് താരിഫ് അഡ്വാൻറ്റേജ്. ഇതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വെറും ഒരു നികുതി ഇളവ് ലഭിച്ചാൽ മാത്രം പോരാ, മറിച്ച് ആഗോള വിപണിയിൽ ഇന്ത്യയോട് മത്സരിക്കുന്ന മറ്റ് അയൽ രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ നികുതി നിരക്ക് ഇന്ത്യക്ക് ലഭിക്കണം. ഒരു ഉദാഹരണത്തിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാം. അമേരിക്കയിലുള്ള ഒരു വലിയ ബയ്യർക്ക് ഒരേ തരം കോട്ടൺ ടീഷർട്ടുകൾ ഇന്ത്യയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒരേ സമയം ഇറക്കുമതി ചെയ്യാൻ സാധിക്കും. ഈ സാഹചര്യത്തിൽ പുതിയ കരാർ വഴി ഇന്ത്യയിൽ നിന്നുമുള്ള ടീഷർട്ടുകൾക്ക് അമേരിക്ക 10% നികുതി ചുമത്തുകയും അതേസമയം ബംഗ്ലാദേശിന് 19%, വിയറ്റ്നാമിന് 20% നികുതി നിലനിർത്തുകയും ചെയ്താൽ എന്താ സംഭവിക്കുക? അമേരിക്കൻ വ്യാപാരികൾ സ്വാഭാവികമായിട്ടും ഏറ്റവും ലാഭകരമായിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങുമല്ലോ. ഇതാണ് ഇന്ത്യ ആവശ്യപ്പെടുന്ന യഥാർത്ഥ നികുതി മുൻതൂക്കം. ഇന്ത്യൻ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കുന്നതനുസരിച്ച് ഇത്തരമൊരു നികുതി മുൻതൂക്കം നൽകുന്ന ഒരു ലീഗൽ ഫ്രെയിംവർക്ക് തയ്യാറാക്കാൻ വാഷിംഗ്ടണിന് അമേരിക്കയ്ക്ക് സാധിച്ചില്ലെങ്കിൽ ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. കാരണം വസ്ത്രനിർമ്മാണം, രത്നവ്യാപാരം, എഞ്ചിനീയറിംഗ് ഗുഡ്സ് തുടങ്ങിയ കോടിക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകുന്ന ഈ വലിയ മേഖലകളിൽ ഇന്ത്യക്ക് മുൻതൂക്കം അതീവ നിർണായകമാണ്. വെറുമൊരു കരാർ ഒപ്പിടുന്നതിനേക്കാൾ നല്ലത് നമ്മളുടെ കയറ്റുമതിക്കാർക്ക് മറ്റു രാജ്യങ്ങളിൽ മികച്ച ബിസിനസ് സാധ്യത നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മളുടെ രാജ്യം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇനി നമുക്ക് ഈ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശത്തിലേക്ക് കിടക്കാം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ മേഖല തിരിച്ച് എന്തൊക്കെ ആവശ്യങ്ങളാണ് ഈ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ചർച്ചകളെ കൃത്യമായിട്ട് വിലയിരുത്തിയാൽ ഒരൊറ്റ കാര്യം നമുക്ക് മനസ്സിലാവും. ഇന്ത്യ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ വലിയ രീതിയിലുള്ള നികുതി ഇളവുകളാണ്. എന്നാൽ അമേരിക്ക ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിലേക്ക് അവർക്ക് കൂടുതൽ സുഗമമായിട്ടുള്ള പ്രവേശനമാണ്. പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ. ഒന്നാമത്തത് വസ്ത്രനിർമ്മാണ മേഖല തന്നെയാണ്, ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽസ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് അതീവ നിർണായകമായിട്ടുള്ള ഒരു മേഖലയാണ്. കാരണം 2025 മാത്രം ഏതാണ്ട് $10.2 ബില്യൺ വസ്ത്രങ്ങളാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചത്. നമ്മളുടെ കിറ്റക്സ് ഒക്കെ നല്ലൊരു ശതമാനം അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഒരു കമ്പനിയാണല്ലേ. എന്തായാലും ഈ രംഗത്ത് നമ്മളുടെ പ്രധാന എതിരാളിയായിട്ടുള്ള ബംഗ്ലാദേശ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ നികുതി നിരക്ക് അമേരിക്കൻ വിപണിയിൽ ലഭിക്കണമെന്നാണ് ഇന്ത്യയുടെ പ്രധാന ആവശ്യം. രണ്ടാമത്തത് ഫാർമസ്യൂട്ടിക്കൽസ് അഥവാ മരുന്ന് നിർമ്മാണമാണ്. 2025 ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് $15.2 ബില്യൺ മരുന്നുകളാണ് അമേരിക്ക ഇറക്കുമതി ചെയ്തത്. അതായത് നമ്മൾ കയറ്റി അയച്ചതല്ലേ. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ജനറിക് മരുന്നുകൾക്ക് അമേരിക്കൻ വിപണിയിൽ യാതൊരുവിധ അധിക നികുതികളും ഉണ്ടായില്ലെന്ന് കൃത്യമായിട്ടുള്ള ഉറപ്പാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. മൂന്നാമത്തേത് രത്നങ്ങളും ആഭരണങ്ങളുമാണ്. അമേരിക്കൻ വിപണിയിലെ നികുതി വർധനവ് കാരണം ഈ മേഖലയ്ക്ക് അടുത്ത കാലത്ത് വലിയ തിരിച്ചടികൾ നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുതുക്കിയ ഇടക്കാല കരാർ വഴി രത്നങ്ങൾക്കും ഡയമണ്ടുകൾക്കും മേലുള്ള അധിക നികുതി പൂർണ്ണമായിട്ടും 0% അതായത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ആവശ്യം. 4 കാർഷിക മേഖലയാണ്, അഗ്രികൾച്ചർ ആൻഡ് ഡയറി. ഇവിടെയാണ് ചർച്ചകൾ ഏറ്റവും കൂടുതൽ കടുപ്പമേറിയതാകുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലെ ഇന്ത്യ ചുമത്തുന്ന നികുതികൾ വളരെ കൂടുതലാണെന്നുള്ളതാണ് അമേരിക്കയുടെ പരാതി. അമേരിക്കയിൽ നിന്നുള്ള പഴങ്ങൾ, അണ്ടിപ്പരിപ്പ്, സോയാബീൻ ഓയിൽ, വൈൻ എന്നിവയുടെ നികുതി കുറയ്ക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുമ്പോൾ ഇന്ത്യയിലെ കർഷകരുടെയും കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തം നമ്മളുടെ രാജ്യത്തിനുണ്ട്. കാരണം അവയെല്ലാം നികുതി കുറച്ച് വന്നാൽ ഇവിടെ എളുപ്പം വിറ്റഴിക്കപ്പെടും. നമ്മുടെ കർഷകർക്കായിരിക്കും അത് തിരിച്ചടി ഉണ്ടാക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലുത് കർഷകരാണ്. അപ്പോൾ വലിയൊരു പ്രശ്നമാണ് അവിടെ നിലനിൽക്കുന്നത് ഈ ഒരു കാര്യത്തിൽ. അഞ്ചാമത്തത് ഡിജിറ്റൽ ട്രേഡും സേവനങ്ങളുമാണ്. അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ നേരിടുന്ന ഡിജിറ്റൽ തടസ്സങ്ങൾ മാറ്റണമെന്നാണ് US-ന്റെ ആവശ്യം. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് പ്രൊവൈഡർമാർക്കുള്ള നിയന്ത്രണങ്ങൾ, ഡാറ്റ ലോക്കലൈസേഷൻ നിയമങ്ങൾ, ഇ-കൊമേഴ്സ് നിയന്ത്രണങ്ങൾ എന്നിവയിൽ ഇളവ് വേണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ സ്വന്തം നയങ്ങൾ സംരക്ഷിക്കാനാണ് നമ്മളുടെ ഇന്ത്യ ശ്രമിക്കുന്നത്. അപ്പോൾ രണ്ട് ആവശ്യങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലേ. നമ്മൾ പറയുന്ന ആവശ്യങ്ങൾ എളുപ്പത്തിൽ അവർക്കും അംഗീകരിച്ച് തരാൻ പറ്റില്ല, അവർ പറയുന്ന ആവശ്യങ്ങൾ എളുപ്പത്തിൽ നമുക്കും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു പ്രശ്നം ഈ കരാറിൻ്റെ ഇടയിലുള്ളത്. പക്ഷേ അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഈ കരാർ ഒപ്പിടാൻ വൈകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ പലർക്കും അറിയാത്ത യഥാർത്ഥ കാരണത്തിലേക്ക് കടക്കാം. അത് വെറുമൊരു സാമ്പത്തിക തർക്കം മാത്രമല്ല, മറിച്ച് അമേരിക്കയ്ക്ക് ഉള്ളിലുണ്ടായ വലിയൊരു നിയമക്കുരുക്ക് അത് മൊത്തം കൂടി പ്രശ്നമായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ വർഷം ഫെബ്രുവരിയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുണ്ടാക്കിയ പ്രാഥമിക ധാരണകളുണ്ടല്ലോ, ഫെബ്രുവരി ഫ്രെയിംവർക്ക്, അത് അമേരിക്കയുടെ ഒരു പ്രത്യേക നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാക്കിയിരുന്നു രൂപപ്പെടുത്തിയത്. ഇന്റർനാഷണൽ എമർജൻസി ഇക്കോണമിക് പവേഴ്സ് ആക്ട് എന്ന ഈ
നിയമം വഴി അമേരിക്കൻ പ്രസിഡന്റിന് ആഗോളതലത്തിൽ നികുതികൾ നിയന്ത്രിക്കാൻ വലിയ അധികാരങ്ങളുണ്ടെന്നായിരുന്നു അമേരിക്കയിലെ വാഷിങ്ടണ് പ്രസിഡന്റിൻ്റെ ഓഫീസ് ഉണ്ടല്ലോ അവർ കരുതിയിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് അമേരിക്കൻ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായ ഒരു ചരിത്രപരമായിട്ടുള്ള വിധി ഈ കണക്കുകൂട്ടലുകളെ എല്ലാം തകിടം മറിക്കുകയാണ്. അതായത് ആഗോളതലത്തിൽ ഇത്തരം വലിയ നികുതി പരിഷ്കാരങ്ങൾ വരുത്താൻ ഈ നിയമം അമേരിക്കൻ പ്രസിഡന്റിന് അധികാരം നൽകുന്നില്ലെന്നും അതിന് US കോൺഗ്രസ്, നമ്മൾ ഈ പാർലമെന്റ് എന്നൊക്കെ പറയത്തില്ല നമ്മുടെ രാജ്യത്തെ, അതുപോലെ അവിടെ ഒന്നാണ് US കോൺഗ്രസ് എന്നുള്ളത്. ആ ഒരു കോൺഗ്രസിൻ്റെ അനുമതി വേണമെന്നുള്ളതായിരുന്നു സുപ്രീം കോടതി അവർ വിധിച്ച വിധിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതോടെ ഫെബ്രുവരിയിൽ ഉണ്ടായ നികുതി ഘടന മുഴുവൻ നിയമപരമായിട്ട് അസ്ഥിരമായി മാറുകയാണ്. തുടർന്ന് ഇന്ത്യക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിയമപരമായിട്ട് എങ്ങനെ നടപ്പിലാക്കും എന്നതിനെക്കുറിച്ച് വാഷിങ്ടണിൽ വീണ്ടും വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങുകയാണ്. ഇതിനായിട്ട് സെക്ഷൻ 301, സെക്ഷൻ 232 തുടങ്ങിയ മറ്റ് നിയമവഴികളിലൂടെ ഇന്ത്യക്ക് നികുതി ഇളവുകൾ നൽകാനുള്ള പുതിയ ശ്രമങ്ങളിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രതിനിധികൾ ഏർപ്പെട്ടിരിക്കുന്നത്. ലളിതമായിട്ട് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിന് തനിക്ക് ഇഷ്ടമുള്ള നികുതികൾ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യാൻ സാധിക്കില്ല, മറിച്ച് അത് അമേരിക്കൻ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒന്നായിരിക്കണം. ഈ ഒരു ലീഗൽ എഞ്ചിനീയറിംഗ് വർക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇരുപക്ഷവും കഠിനമായിട്ട് ശ്രമിക്കുന്നത്. നിലവിലുള്ള താൽക്കാലിക US താരിഫ് വിൻഡോ അവസാനിക്കുന്ന ജൂലൈ 24 മുമ്പായിട്ട് ഈ നിയമപ്രശ്നങ്ങൾ പരിഹരിച്ച് ഇടക്കാല കരാറിലേക്ക് എത്താനാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ ചർച്ചകൾ നമ്മൾ പൂർണ്ണമായിട്ടും വിശകലനം ചെയ്ത സ്ഥിതിക്ക് വരും ദിവസങ്ങളിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള 3 പ്രധാനപ്പെട്ട വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സാധ്യത പൂർണ്ണമായിട്ടുള്ളൊരു വിജയമാണ്. അതായത് ജൂലൈ 24 സമയപരിധിക്ക് മുമ്പായിട്ട് ഇരു രാജ്യങ്ങളിലും കരാർ ഒപ്പിടുകയാണ്. അങ്ങനെ സംഭവിച്ചാൽ വസ്ത്രനിർമ്മാണം, ആഭരണങ്ങൾ, ജനറിക് മരുന്നുകൾ എന്നിവയ്ക്ക് അമേരിക്കൻ വിപണിയിൽ വലിയ സുരക്ഷിതത്വം ലഭിക്കും. ഇത് ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ മേഖലയിലുള്ള 4.5 കോടി ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷിതത്വത്തിന് വലിയൊരു തുണയായിട്ട് മാറും. രണ്ടാമത്തെ സാധ്യത ഒരു ഭാഗിക വിജയമാണ്. ഇത് വളരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മധ്യവർത്തി നയമാണ് കേട്ടോ. കടുപ്പമേറിയ ലീഗൽ പ്രശ്നങ്ങളും കാർഷിക ഡിജിറ്റൽ തർക്കങ്ങളും താൽക്കാലികമായിട്ട് മാറ്റിവെച്ചുകൊണ്ട് തർക്കങ്ങളില്ലാത്ത രത്നങ്ങൾ, മരുന്നുകൾ തുടങ്ങിയ ചില പ്രധാനപ്പെട്ട മേഖലകളിൽ മാത്രം ഇളവുകൾ പ്രഖ്യാപിച്ചുള്ള ഒരു ചെറിയ ഇടക്കാല പാക്കേജ് ഇരു രാജ്യങ്ങളും ഒപ്പിടുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട കാർഷിക മേഖലയെ ഒന്നും ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല നമുക്കവിടെ, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ മേഖല അവിടെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഒരു പകുതി സംഭവങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു കരാർ ഉണ്ടാക്കുന്നതാണ് ഈ രണ്ടാമത്തെ വഴി എന്നുള്ളത്. മൂന്നാമത്തെ സാധ്യത കരാർ വൈകുകയോ പരാജയപ്പെടുകയോ ചെയ്യുക എന്നുള്ളതാണ്. ചർച്ചകൾ വീണ്ടും നീണ്ടുപോകുകയോ പരാജയപ്പെടുകയോ ചെയ്താൽ അത് നമ്മളുടെ കയറ്റുമതി മേഖലയ്ക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് മാറും. അമേരിക്കൻ വിപണിയിലെ നികുതി ഭാരം കാരണം ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ തുകകൾ നഷ്ടം സഹിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ അവരുടെ ഓർഡറുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ യഥാർത്ഥ അന്തിമ വശം വളരെ വ്യക്തമാണ്. നയതന്ത്രപരമായും വാണിജ്യപരമായിട്ടും രണ്ട് രാജ്യങ്ങളും ഈ കരാറിനോട് വളരെ അടുത്താണെങ്കിലും നിയമപരമായിട്ടുള്ള ഘടനയിലാണ് ഇപ്പോൾ ഈ കരാർ തട്ടി നിൽക്കുന്നത്. ഇവിടെ യഥാർത്ഥ ചോദ്യം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുമോ എന്നതല്ല, മറിച്ച് ഇന്ത്യ ആവശ്യപ്പെടുന്ന കൃത്യമായിട്ടുള്ള നികുതി മുൻതൂക്കം നിയമപരമായിട്ട് നൽകാൻ വാഷിങ്ടണിന് അമേരിക്കയ്ക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് അതിലുള്ള നിയമവഴികൾ കണ്ടെത്താൻ സാധിക്കുന്ന നിമിഷം ഈ കരാർ വളരെ വേഗത്തിൽ ഒപ്പിടപ്പെട്ടേക്കാം. ഈ വലിയ വ്യാപാര ചർച്ചയും ഇതിലൂടെ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് എഴുതുക. കാരണം കമന്റ് ബോക്സ് എന്നുള്ള എപ്പോഴും നല്ലൊരു ചർച്ചാ വേദിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണ്. പിന്നെ തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ശബ്ദം വല്ലാണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതുക. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം NRIസിനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ വളർച്ചയുടെ ഭാഗമാകാനുള്ള അവസരം പഴയ നടപടിക്രമങ്ങളോ അനാവശ്യ നികുതി ബാധ്യതകളോ കാരണം നഷ്ടപ്പെടുത്തരുത്. ബിലോങ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ ടാക്സ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ നിക്ഷേപ യാത്ര ആരംഭിക്കൂ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.